ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് പണി മൂവിനെ കുറിച്ചാണ്. നമ്മുടെ ജോർജ് ജോർജ് അദ്ദേഹം ചെയ്തിരിക്കുന്ന പണി മൂവിനെ കുറിച്ചാണ്. എന്നാ പറയുക, ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ആ പടം കണ്ടത്. ഇപ്പോൾ കണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് സമയം കിട്ടിയില്ല. ഇങ്ങനെ റിവ്യൂ ഇടണമെന്നൊരു ആഗ്രഹം തോന്നി. ഞാൻ എല്ലാ പടത്തിൻ്റെയും അങ്ങനെ റിവ്യൂ ചെയ്യാറില്ല, കാണുന്നവർക്ക് അറിയായിരിക്കും. ഇതെനിക്ക് ചെയ്യണമെന്ന് തോന്നി. ഭയങ്കര എന്താ പറയുക, പുള്ളിക്ക് ആ സിനിമയോടുള്ള മോഹം കൊണ്ട് തന്നെ ഇത്രയും കൊല്ലത്തിന് ശേഷം ഇത്രയും വലിയൊരു നടനായി, നല്ലൊരു ആർട്ടിസ്റ്റായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത്രയും ആ സിനിമയോടുള്ള പ്രാന്തുള്ളത് കൊണ്ട് തന്നെ ഇരിക്കണം ഇങ്ങനൊരു പടം ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ടും പക്കയായിട്ട് കൊണ്ടുവന്നത്. എന്താ പറയുക, അതിൻ്റെ ഡയറക്ഷൻ സൈഡ് നോക്കിയാൽ പക്ക അടിപൊളി, ക്യാമറ വർക്കുകൾ അല്ലെങ്കിൽ BGM എല്ലാം പക്ക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് അതിൽ അഭിനയിച്ചിരിക്കുന്ന നായിക. ആ നായിക സംസാരിക്കുകയില്ല, കേൾക്കുകയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പല ഇൻ്റർവ്യൂസും കണ്ടപ്പോൾ. അങ്ങനെ ഒരാൾ അവരൊരു വീഡിയോ ഞാൻ കണ്ടതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒന്നെന്ന് വെച്ചാൽ അവരങ്ങനെയുള്ളവർക്കുള്ളൊരു മോട്ടിവേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത് ഒരു വീഡിയോയിൽ പുള്ളിക്കാരി പറയണുണ്ട്. പുള്ളിക്കാരി ആ ഇൻ്റർവ്യൂവിൽ പറയേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം, സംസാരിക്കാത്ത ആളെങ്ങനെ പറയണമെന്നത്. അത് ആംഗ്യ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അത് തർജ്ജിമ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരാൾ ഓപ്പോസിറ്റ് ഇരിക്കണമുണ്ട്. അങ്ങനെയാണ് അത് എനിക്ക് മനസ്സിലാക്കിയത്. മറ്റുള്ളവർക്കുള്ളൊരു മോട്ടിവേഷൻ, ഒരു ടോക്കും കൂടിയായിരുന്നു അത്. കാരണം ഇങ്ങനെയുള്ളവർ തളർന്നിരിക്കരുത്, അവർക്കും അവസരങ്ങൾ വരും. നമ്മൾ പ്രയത്നിക്കുക, എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ വെച്ച് പ്രയത്നിക്കുക. ചിലപ്പോൾ നിങ്ങളെയും തേടി ഇതുപോലൊരു അവസരം എത്തും. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അടിപൊളി ഗംഭീരമായിട്ട് തന്നെ പടം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മനസ്സിൽ നന്മയുള്ളവർ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കുള്ളൊരു ഫീൽ പറഞ്ഞാൽ ഇപ്പോൾ പഴയ ബലാത്സംഗ സീനൊക്കെ കണ്ട ഞാൻ കലിപ്പായിട്ടിരുന്നൊക്കെ എനിക്ക് പടം കാണുന്നത്. കാരണം അത്രയും എനിക്ക് വെറുപ്പ് വരും ആ ഗുണ്ടകളോട്, അല്ലെങ്കിൽ ആ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അതിനെക്കാട്ടി ചിലപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം നിൽക്കണ ഒരു സീൻ ഇതിൻ്റെ അകത്തുണ്ട്, 1-2-3 സീനുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മുടെ സെൻസർ ബോർഡ് എന്താണ് അംഗീകരിച്ചേക്കുന്ന ഒരു സാധനം. അത് ഇത്രയും നാൾ അല്ലെങ്കിൽ ഇനിയും അവർക്കായി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവരല്ലെങ്കിൽ അടുത്ത ആളത് പടത്തിൽ കൊണ്ടുവരും. അത് നോക്കണ്ട. പിന്നെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിങ്ങൾക്ക് എടുത്തറിയാം 5 വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിച്ച് കൊന്ന ചരിത്രം വരെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു മൂവിയാണ്. കാരണം ഇതൊക്കെ നമ്മൾ വിഷ്വലിലൂടെ കാണുന്നത് ചിലപ്പോൾ മൂവിയിലായിരിക്കും, അല്ലാണ്ടുള്ളത് ഒരു മരിച്ചതിന് ശേഷമുള്ളൊരു വാർത്തയായിട്ട് മാത്രമാണ് അറിയണം. അപ്പോൾ ഇങ്ങനെയുള്ളവരും നമ്മുടെയൊക്കെ ഇടയിലുണ്ട്, അതും കൂടി നമ്മൾ അറിയണം. പിന്നെ ആ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തേക്കണം. അവന്മാരെ എന്താ പറയുക, അവിടെ ഇരുന്ന് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളാരും പടം കണ്ടിട്ടില്ലെങ്കിൽ നേരിട്ട് സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഇപ്പോൾ കുറേ പേരൊരു രീതിയാണ് ഇത് ഓൺലൈനിൽ വന്നിട്ട് കാണാം, ഓക്കെ. പക്ഷേ ഈ ഒരു പടം തിയേറ്ററിൽ പോയി കണ്ട അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ ഒരു കണ്ട ഒരു അഭിപ്രായം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ. പിന്നെ അതിൽ ആ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തേക്കണം, പോലെ പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവരോട് ഉണ്ടായിരുന്ന ആ ഒരു കലിപ്പ്, അതായത് ആ പടം തീരുന്നവരെ ഞാൻ ഇരുന്നൊരു കലിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ക്ലൈമാക്സ് സീൻ ഞാൻ മുഴുവനായിട്ടൊന്നും പറയാത്തത്, തിയേറ്ററിൽ പോയി സിനിമ കാണുക, അതിന് വേണ്ടിയാണ്. ക്ലൈമാക്സ് സീൻ അപ്പം നെക്സ്റ്റ് എന്ത് എല്ലാവർക്കും ആഗ്രഹിക്കുമല്ലോ, അടുത്തത് എന്ത്. കാരണം ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അടുത്തത് എന്ത്, നമ്മളുടെ മനസ്സിൽ തോന്നിയാലും വലിയൊരു ക്ലൈമാക്സ് സീൻ തന്നെ കൊണ്ടുവന്നേക്കണം. കാരണം മലയാളത്തിൽ അങ്ങനെ ഒരു ക്ലൈമാക്സ് സീൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇതിന് മുന്നേ. കാരണം അത്രയും ഗംഭീരമായിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞാണ്, പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഞാൻ ഇത്തിരി ലേറ്റായിട്ടാണ് ഈ ഒരു റിവ്യൂ ഇടുന്നത്. അതല്ലാത്ത പക്ഷേ നിങ്ങൾ ഓൺലൈനിൽ വരുമ്പോഴേക്കും കാണണം. കാരണം ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് അറിഞ്ഞിരിക്കണം. അതിനും കൂടി വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ജോർജ് ജോർജിൻ്റെ ആ ഗ്യാങ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തത് നല്ലൊരു ഗ്യാങ് ആണ്. നമുക്ക് അവരൊക്കെ ഗുണ്ടകളായിട്ട് കാണിക്കണമെങ്കിൽ അവരോട് നമുക്ക് ഇഷ്ടം തോന്നി പടം കാണുമ്പോൾ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാനുള്ള കഥയിലേക്ക് പോകാൻ പാടില്ല. എന്തായാലും നിങ്ങൾ മൂവി പോയി കാണാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഓൺലൈനിലായാലും വരുമ്പോൾ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് ഇപ്പോൾ അഭിനയ, ആ നായികയുടെ പേര് അഭിനയ, അതിനകത്ത് ക്രൂവൽ സീൻ ഉണ്ട്, ഇല്ലെന്ന് പറയാനില്ല. പക്ഷേ അത് നമ്മുടെ ലോകത്തൊക്കെ നടക്കണ്ടല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. അതും കൂടി ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടെന്ന് അറിയിക്കണതാണ്, ഒരിക്കൽ കൂടി പറയുന്നതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പോർഷൻ ഒഴിച്ച്, ആ പോർഷനല്ല, കുറച്ച് കഴിയണവരെ ഇങ്ങനെ ഉണ്ടല്ലോ, കലിപ്പായിട്ടായിരിക്കണവർ ഇരിപ്പുണ്ടല്ലോ, അത് എന്താ പറയുക, മനസ്സിന് നന്മയുള്ളവർ എന്തായാലും കാണുമ്പോൾ ഇച്ചിരി കലിപ്പൊക്കെ വരും. പക്ഷേ ആ കലിപ്പ് ആ പടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, അത് അങ്ങനത്തെ ഒരു കഥയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതുപോലുള്ള നിങ്ങളറിയേണ്ട വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഞാനധികം അങ്ങനെ റിവ്യൂസ് ചെയ്യാറില്ലെന്ന് പറയാം. എന്തായാലും എനിക്ക് തോന്നുന്ന റിവ്യൂസായിട്ട് ഇനിയും വരുന്നതായിരിക്കും, നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.